ഇവിടെ ഒരു ആദരിക്കൽ ചടങ്ങ് നടക്കുകയാണ്. ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഈ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന സീനിയർ നേഴ്സിനെയാണ് ആദരിക്കുന്നത്. ആദരിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, പൊതുസ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ തിരക്കുള്ള റോഡിൽ വെച്ച് കുഴഞ്ഞു വീണ ഒരാൾക്ക് CPR കൊടുത്ത് ജീവൻ രക്ഷിച്ച സിസ്റ്റർ സിനിമോളിനെയാണ് സഹപ്രവർത്തകർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആദരിക്കുന്നത്. ഇത് സിനിമോൾ നേഴ്സാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സീനിയർ നേഴ്സാണ്. ഈ സിസ്റ്ററാണ് കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് യാത്ര ചെയ്തിട്ട് തിരികെ വരുമ്പോൾ നമ്മുടെ പോത്തൻകോട് വെച്ച് ഒരു ആൾക്ക് CPR കൊടുത്ത് ജീവൻ രക്ഷിച്ച സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് പത്തനാപുരം താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ രജിസ്ട്രാറുമൊക്കെ തിരുവനന്തപുരത്ത് പോയിട്ട് കാറിനകത്ത് തിരികെ വരികയായിരുന്നു. അപ്പം പോത്തൻകോട് വന്നപ്പം സ്വന്തം കാറിന് മുമ്പിൽ ഇരുചക്ര വാഹനത്തിൽ ഒരു അച്ഛനും മകളും പോയി. അപ്പോൾ ഉടൻ തന്നെ ഈ അച്ഛൻ ഓടിച്ചിരുന്ന ഇരുചക്ര വാഹനമായിരുന്നു. അച്ഛൻ ഉടനെ കുഴഞ്ഞു വീണ് റോഡിലേക്ക് വീഴുന്ന രംഗമാണ് സിസ്റ്റർ അവിടെ വെച്ച് കണ്ടത്. ഉടൻ തന്നെ സിസ്റ്റർ വാഹനത്തിൽ കാറിൽ നിന്നിറങ്ങി കുഴഞ്ഞു വീണ ആൾക്ക് CPR കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആശുപത്രി പോയിട്ട് ചികിത്സ കഴിഞ്ഞ് തിരികെ വരികയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകൾ പറഞ്ഞത്. തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കരയ്ക്ക് വരുന്ന റൂട്ടിൽ പോത്തൻകോടും വെഞ്ഞാറമൂടും എന്നും ഇടയ്ക്ക് ഒരു സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. സൂപ്രണ്ട് സാർ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് എല്ലാ വണ്ടികളും നിർത്താതെ പോയി. അപ്പം എനിക്കറിയാം, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് രക്ഷപ്പെടുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വണ്ടി അവിടെ നിർത്തി ഓടിച്ചെല്ലാം പറഞ്ഞു. ചെന്നു. ഇപ്പം നമ്മൾ പേഷ്യൻ്റ് സ്കൂട്ടറിൽ കുരുങ്ങിയിരിക്കുമായിരുന്നു. ഞാൻ കോളറെ പിടിച്ച് വലിച്ച് താഴെ ഇട്ടു. താഴെ കിടത്തിയതിന് ശേഷം നോക്കിയപ്പോൾ പൾസൊന്നും എനിക്ക് അന്നേരം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. CPR തുടങ്ങി. അങ്ങപ്പോഴത്തേക്കൊരു സൗണ്ട് കേട്ട് പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഒരു CPR തുടങ്ങാൻ തന്നെ വിചാരിച്ചു. CPR അപ്പോഴും കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, വണ്ടി വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ആംബുലൻസ് വിളിക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് CPR ഒക്കെ തറയിരുന്നു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഹോവുന്നൊരു സൗണ്ട് വെച്ചു. അപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഞാൻ ചെയ്തത്, അദ്ദേഹം ആരാധിക്കുന്ന ഒരു ദൈവം എൻ്റെ കാര്യങ്ങളിൽ കൂടി പ്രവർത്തിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളൂ. അതിൽ സന്തോഷമുണ്ട്. കൂടുതൽ വിവരം അവർക്ക് ആർക്കും എന്നെ അറിയത്തില്ല. കൂടുതൽ വിവരങ്ങൾ ഞാൻ കൈമാറാനും നിന്നിട്ടില്ല. നമ്മുടെ തിരുവനന്തപുരം പോത്തൻകോട് വെച്ചാണ് ഈ സംഭവം. അപ്പം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാലും ഇത് വേറിട്ടൊരു സംഭവമാണ്. സിസ്റ്റർ അതുവഴി പാസ് ചെയ്ത് പോകാൻ ഒരുങ്ങി നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഈ കുറേ നാൾ ഈ മെഡിക്കൽ സൈഡിൽ നിന്നുകൊണ്ടായിരിക്കും ആളുടെ ആ കിടപ്പും എല്ലാം കണ്ടിട്ട് അതൊരു മറിഞ്ഞു വീണതായിട്ട് തോന്നുന്നില്ല. ബാക്കിയുള്ള വണ്ടികളെല്ലാം പാസ് ചെയ്ത് പോവുകയാണ്, ആരും അവിടെ നിർത്തുന്നില്ല. അപ്പം സിസ്റ്റർ സംശയം തോന്നി നിർത്താവെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഇറങ്ങി സിസ്റ്റർ നോക്കിയപ്പം പേഷ്യൻ്റ് ഷോക്കിലാണ്. മീൻസ് പൾസ് BP ഒന്നും ഇല്ല, പൾസൊന്നും കിട്ടുന്നില്ല, പൾസ് ഒട്ടുമേ കിട്ടുന്നില്ല. പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണ്. പിടിച്ച ആൾക്കാർ ഈ ഇദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആൾ കുഴഞ്ഞു വീഴുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. സിസ്റ്റർ ഒട്ടും സമയം കളയാതെ അന്നേരം തന്നെ CPR സ്റ്റാർട്ട് ചെയ്തു. CPR ഉടൻ തന്നെ ആ തിരക്കിനിടയിൽ ഇറങ്ങി അങ്ങനെ CPR കൊടുത്ത് ആ വ്യക്തിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് സിനിമോൾ ഡോക്ടർ ചെയ്തത്. ഇതുപോലെ തന്നെ മിക്കവാറും ഈ സിസ്റ്റർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഇടപെടാറുണ്ട്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് സിസ്റ്റർ പറയുന്നത്. അങ്ങനെ ഇത്തരം നല്ല പ്രവൃത്തി ചെയ്ത സിസ്റ്ററിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ, ആശുപത്രി സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ആദരിക്കുകയുണ്ടായി. സിനിമോൾ ഡോക്ടർ തന്നെ ഈ സന്ദർഭം അവരോടൊക്കെ വിശദീകരിക്കുകയും ചെയ്തു.
സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ ഇങ്ങനെ കിട്ടിയ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ മറ്റ് സഹപ്രവർത്തകരെയും എല്ലാവരെയൊക്കെ ഓർമ്മിപ്പിക്കുകയും അതുപോലെ തന്നെ RMO ഡോക്ടർ സുർജിത്ത് ഈ സിസ്റ്ററിനെ കൂടുതൽ അഭിനന്ദിക്കുകയും അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു കാര്യം പറയാം. ഞാൻ ശബരിമല ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് സന്നിധാനത്താണ്. അപ്പോൾ ഒരു ഇങ്ങനെ ട്രോളിയിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നതാണ്. ഒന്നുമില്ല, പൾസില്ല, പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആണ്, ബ്രോഡ് ഡെഡ് എന്നുള്ള രീതിയിലാണ് അവർ കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ് പറയുന്നു എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ. സിസ്റ്റർ ചെയ്ത കണക്ക് തന്നെ നമ്മളും കണ്ടിന്യൂസ് ആയിട്ട് CPR കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിടരുത്, ആ ആളിനെ വിടത്തില്ല എന്നുള്ള രീതിയിൽ. കാര്യം നമുക്കറിയാം എവിടെയോ എന്തോ ഒരു ഇതുണ്ടെന്നുള്ളത്. അപ്പോൾ CPR കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ഹാർട്ട് റിവൈവ് ആയി. 7ാമത്തെ ദിവസം ആൾ ഡിസ്ചാർജ് ആയി കോട്ടയം മെഡിക്കൽ കോളേജിൽ. എല്ലാവരും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ ചെയ്ത് എല്ലാവർക്കും മാതൃകയാകണമെന്നും എല്ലാവരും ഓർമ്മിപ്പിച്ചു. സഹപ്രവർത്തകരും എല്ലാവിധ നന്ദിയും ആശംസകളുമൊക്കെ ഈ സിനിമോൾ സിസ്റ്റർക്ക് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ICU പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ DUTM അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ മുമ്പിലാണ് ആ പേഷ്യന്റ് പിന്നെ കാർഡിയാക് അറസ്റ്റ് ആയാലും എല്ലാം. അന്നേരം ഇവർ ഒരുപാട് പേർക്ക് സിനിമോളും അതേപോലെയുള്ള അവിടുത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെല്ലാം പേഷ്യൻസിന് CPR കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരാളെ രക്ഷിക്കുമ്പം അത് ആ കുടുംബത്തിനോടും കൂടി ചെയ്യുന്ന ഒരു നന്മയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ അയാൾ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം, പിന്നെ സമയത്തിന് കെയർ കിട്ടാഞ്ഞിട്ട്. അത് സിനിമോൾ ചെയ്തതിൽ സിനിമോൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സിനിമോൾ ഇന്നലെ ഈ ചെയ്ത പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഓരോ ജീവനക്കാരനും വളരെയധികം അഭിമാനിക്കുന്നു. ആ പ്രവൃത്തിയിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമുക്ക് എവിടെ പിന്നെ നമ്മുടെ സഹജീവികൾക്ക് എവിടെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം കാണുകയും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സമയോചിതമായി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ്, അത് നമുക്കെല്ലാവർക്കും അത് ഊർജ്ജം ഉൾക്കൊള്ളാനുള്ള ഒരു അവസരമാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത്. സിനിമോൾക്ക് ഏറ്റവും നല്ല അഭിനന്ദനങ്ങളും സിനിമോളുടെ ആരോഗ്യവും നന്നായി ഇരിക്കട്ടെ എന്നും